ബംഗാളിൽ മമതാ ബാനർജിയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നടിയുകയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ തനി നിറം പുറത്തു കൊണ്ടുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിധാൻ നഗറിലെ ഒഴിഞ്ഞുകിടന്ന ഒരു തൃണമൂൽ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് ഉപയോഗിക്കാത്ത നിരവധി പുതിയ ആധാർ കാർഡുകൾ. ജനങ്ങളുടെ വോട്ടവകാശം അട്ടിമറിക്കാൻ മമതയുടെ പാർട്ടിക്കാർ നടത്തിയ വൻ ഗൂഢാലോചനയാണ് പുതിയ സർക്കാരിന്റെ ഭരണത്തിൽ ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. ബിധാൻ നഗർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡായ ബസന്തി ദേവി കോളനിയിലെ TMC ഓഫീസിൽ നിന്നാണ് 60-ലധികം ആധാർ കാർഡുകൾ പോലീസ് കണ്ടെടുത്തത്. കഴിഞ്ഞ 2 വർഷമായി ജനങ്ങളുടെ കൈകളിൽ എത്തേണ്ട കാർഡുകൾ ഈ പാർട്ടി ഓഫീസിൽ ഒരു പെട്ടിയിൽ ഭദ്രമായി അടുക്കി വച്ചിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മെയ് 4 മുതൽ അടച്ചിട്ടിരുന്ന ഈ ഓഫീസ് ഞായറാഴ്ച രാവിലെ തുറന്നപ്പോഴാണ് നാട്ടുകാർ ഈ ഒരു കാഴ്ച കണ്ടത്. വിവരമറിഞ്ഞ ബിധാൻ നഗർ സൗത്ത് പോലീസ് ഉടൻ സ്ഥലത്തെത്തി കാർഡുകളും മറ്റു രേഖകളും പിടിച്ചെടുത്തു. ഇതിനു പുറമെ സർക്കാർ ഭൂമി അനധികൃതമായി വിൽപ്പന നടത്തിയതിന്റെ നിർണായക രേഖകളും ഈ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൃണമൂൽ പ്രവർത്തകർ തങ്ങളുടെ ആധാർ കാർഡുകൾ തട്ടിയെടുത്ത് വോട്ടവകാശം നിഷേധിച്ചു എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. തപാൽ വകുപ്പിലെ പോസ്റ്റ്മാൻമാരിൽ നിന്നും ബലമായി പിടിച്ചെടുത്താണ് ഈ കാർഡുകൾ പാർട്ടി ഓഫീസിൽ പൂഴ്ത്തിവെച്ചിരുന്നത്. മമതയുടെ ഭരണകാലത്ത് ഇത് സംബന്ധിച്ച് പോലീസിൽ നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യുന്നത് തടയാനും തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി കള്ളവോട്ട് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു കാർഡുകൾ തട്ടിയെടുത്ത് വെച്ചതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സ്വന്തം കാർഡ് കിട്ടാത്തത് കൊണ്ട് പലർക്കും കാർഡിന്റെ കോപ്പികൾ എടുത്ത് ഉപയോഗിക്കേണ്ട ഗതികേടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്നും പറയുന്നുണ്ട്. 15 വർഷത്തെ തൃണമൂൽ ഭരണം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ബംഗാളിലെ ജനങ്ങൾക്ക് ഈ അഴിമതികൾക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം ലഭിച്ചതുപോലും. ഈ സംഭവം തൃണമൂൽ ഭരണകാലത്ത് നടന്ന വൻ ഗൂഢാലോചനയുടെ തെളിവാണെന്ന് BJP നേതാവ് നിരഞ്ജൻ സിംഗ് വ്യക്തമാക്കി. ഒരു മുൻ കൗൺസിലറുടെ വീടിന് മുന്നിൽ നിന്ന് ഇത്രയും പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തുന്നത് അസാധാരണമാണെന്നും ഇതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്തിയും അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തും അധികാരം നിലനിർത്താൻ ശ്രമിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. മമതയുടെ സാമ്രാജ്യം അക്ഷരാർത്ഥത്തിൽ പൊളിയുകയാണെന്നും അഴിമതിയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുകയാണെന്നും ഈ റെയ്ഡ് തെളിയിക്കുന്നു. ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിച്ചവർ ഇന്ന് സ്വന്തം ഓഫീസുകളിൽ ഒളിപ്പിച്ചു വെച്ച തെളിവുകളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ബംഗാളിൽ നിയമവാഴ്ച ഉറപ്പാക്കുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണിത്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ മമതാ സർക്കാരിന്റെ കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവരും തന്നെ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരളം.